ഭഗത് റാം തൽവാർ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ 5 രാജ്യങ്ങൾക്കായി ചാരപ്രവർത്തനം നടത്തിയ അപൂർവ വ്യക്തി. ചരിത്രം മറന്നുപോയ ഈ ഹീറോയുടെ കഥ ഒരു ചാരന്റെ ജീവിതത്തിലെ അതിഗംഭീര സംഭവങ്ങളാൽ നിറഞ്ഞതാണ്. 1908-ൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രവിശ്യയിലാണ് തൽവാർ ജനിച്ചത്, ഇന്നത്തെ പാകിസ്ഥാനിലെ ഭാഗം. ഹിന്ദു പഠാൻ കുടുംബത്തിൽ നിന്നുള്ള തൽവാർ, ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഹരികിഷൻ തൽവാർ ബ്രിട്ടീഷുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ വധശിക്ഷ കിട്ടിയതോടെ ആ കാര്യം ഗൗരവമായി എടുത്തു. 1941-ൽ തൽവാർ എന്നതിന്റെ ചാരജീവിതം ആരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര നായകൻ സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാർക്കിൽ നിന്നും രക്ഷപ്പെടുത്തി കാബൂളിലേക്ക് കടത്തിയത് താൻ തന്നെ. ബോസ് പിന്നീട് ജർമ്മനിയിലേക്ക് പോവുകയും തൽവാർ അഫ്ഗാനിസ്ഥാനിൽ നിന്നുകൊണ്ട് ഗൂഢാലോചനയുടെ കളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അടുത്ത 5 വർഷത്തിനുള്ളിൽ തൽവാർ 5 രാജ്യങ്ങൾക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തി: ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ. ഇയാൾ അവരുടെ ഓരോരുത്തർക്കും വ്യത്യസ്ത വിവരം നൽകി. ജർമ്മൻ ചാരസംഘടനയിൽ രാഹുൽ എന്ന കോഡ് നാമത്തിൽ, ബ്രിട്ടീഷ് ഇന്റലിജൻസിൽ സിൽവർ എന്ന പേരിൽ. സോവിയറ്റ് യൂണിയനോടുള്ള കമ്മ്യൂണിസ്റ്റ് അനുരാഗം കാരണം അവർക്ക് വിശ്വസ്തനായ ചാരനായി. ജർമ്മനിയും ഇറ്റലിയും ഇദ്ദേഹത്തെ പുരസ്കാരങ്ങളോടെ ആദരിച്ചു. അന്ന് താൻ സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുകയായിരുന്നു. അത്രയേറെ അപകടകരമായ യാത്രകളിലൂടെ കാബൂൾ മുതൽ പെഷവാർ വരെ നടക്കുകയായിരുന്നു. തൽവാറിന്റെ ചാരപ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ഇന്റലിജൻസിന്റെ ഇനിയും എൻ ഫ്ലെമിംഗിന്റെ സഹോദരൻ പീറ്റർ ഫ്ലെമിംഗിന്റെ മേൽനോട്ടത്തിൽ നടന്നു. വസ്തുതകൾ മറച്ചുവെച്ച് ഓരോ രാജ്യത്തെയും തെറ്റിദ്ധരിപ്പിച്ചുവെങ്കിലും തൽവാറിന്റെ ആഗ്രഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. യുദ്ധശേഷം തൽവാർ നിരവധിക്കാലം മൗനമായി ജീവിച്ചു. 1983-ൽ മരണപ്പെട്ടു. 2016-ൽ മാധ്യമ പ്രവർത്തകൻ മിഹിർ ബോസ് എഴുതിയ രലെ രഹ്യതയെ എന്ന പുസ്തകമാണ് തൽവാറിന്റെ കഥ ലോകം അറിയുന്നത്. ഒരു വ്യക്തി 5 രാജ്യങ്ങൾക്കായി ചാരപ്രവർത്തനം നടത്തി. ഒടുവിൽ സ്വന്തം രാജ്യത്തെ വെറുമൊരു സ്പഷ്ടമായ ലക്ഷ്യത്തിനായി. അതാണ് സിൽവർ ഭഗത് റാം തൽവാറിന്റെ അത്യാകർഷകമായ കഥ.